നമ്മൾ ഓണാണ്, നമ്മൾ പവറാണ്. അസ്സലാമു അലൈക്കും, ഞാൻ സൽമാൻ. ഷെരീഫ് മീഡിയ വ്ലോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ പഴയ കിണറാണ്. ഈ കിണർ ഞങ്ങളൊന്ന് പുതുക്കി പണിയാൻ തീരുമാനിച്ചു. അങ്ങനെ പുതുക്കി പണിയുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളെ കിണറിലെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെടുത്ത ഫോട്ടോസാണ്. കിണർ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. വർക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആദ്യം കിണർ റൗണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് നമ്മൾ പോർച്ചിലോട്ട് വണ്ടി കയറുന്ന ഭാഗത്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്ത് പകുതിയായിട്ട് നമ്മളൊരു ഡിസൈൻ പ്ലാവിൻ്റെ മോഡൽ ഡിസൈനാണ് ഉദ്ദേശിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശമൊക്കെ ആയി. പ്ലാവിൻ്റെ കമരമൊക്കെ റെഡിയായി. അതിൻ്റെ മണ്ടയിൽ ചെറിയ കമരമൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈറ്റ് സിമെന്റ് അടിക്കുന്ന ഫോട്ടോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, അൻഷാദ് നമ്മുടെ പെയിന്ററാണ്. ഇദ്ദേഹമാണ് ഇതിന്റെ പ്രൈമറൊക്കെ അടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നത് നമ്മളെ കിണർ പെയിന്റ് ചെയ്തപ്പോൾ ഉള്ള പെയിന്റർമാർ പെയിന്റ് അടിക്കുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കിണറിന്റെ പണി നടത്തി അവർ തന്നെയാണ് ഇതിന്റെ പെയിന്റർമാർ. അതിന്റെ ശില്പികൾ തന്നെയാണ് ഇതിന്റെ പെയിന്റർമാർ. അപ്പൊ അവരുണ്ട്. അതുകൊണ്ട് എന്റെ പെയിന്റിങ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പെയിന്റിങ് സ്റ്റാർട്ടായി. വളരെ നല്ല പണിക്കാരാണ് അവർ. ആർക്കെങ്കിലും കിണറിൻ്റെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ അറിയിച്ചാൽ മതി, അവർ വരുന്നതാണ്. അതിൻ്റെ അവർ പെയിൻറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. കിണറിൻ്റെ മേശം വർക്കും അതിൻ്റെ പെയിൻറ്റിങ് അവർ തന്നെയാണ്. വളരെ നല്ല ക്ലിയർ ആയിട്ടാണ് അവർ പണി ചെയ്യുന്നത്. കിണർ പറഞ്ഞ ആൾക്കാർ നമ്പർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. ഈ കിണറിന്റെ വർക്ക് ചെയ്ത മേശിരിയുടെ പേര് ശശി മേശിരി എന്നാണ്. അവരുടെ കോൺട്രാക്ടർ ഉണ്ട്, വിനോദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വളരെ നല്ല മനുഷ്യനാണ്. അവര് രണ്ടുപേരും വളരെ ആത്മാർത്ഥമായിട്ടാണ് വന്ന് ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് റെഡിയാക്കി തന്നതൊക്കെ. അവര് ഏകദേശം 10 ദിവസത്തോളം എടുത്ത് ഇതിന്റെ വർക്ക് തീരാൻ വേണ്ടിയിട്ട്. എൻ്റെ സൂപ്പർ വർക്കാണ്. എന്തായാലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏത് മോഡലുണ്ടെങ്കിലും അവർ ചെയ്തു തരും. ഏത് ഉരുളി വേണോ, കരിക്ക് വേണോ, വേറെ മോഡൽ പ്ലാവ് വേണോ, എല്ലാ വർക്കുകളും അവർ ചെയ്യും. ഇതെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കിണറിൻ്റെ പകുതിയേ ഉള്ളൂ. അവർ ഏകദേശം വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കുറേ ദിവസത്തെ വർക്കാണ്. ഇത്രയും ഉള്ളെങ്കിലും ഒരുപാട് വർക്കുണ്ട് ഇതിന്. നാളുകൊണ്ടുള്ള സ്വപ്നമായിരുന്നു നമ്മുടെ നമുക്ക് ടൈം കിട്ടി ചെയ്യുന്ന വർക്ക് ചെയ്ത് വളരെ നല്ല കാണാൻ ഭംഗിയുള്ള രീതിയിൽ തന്നെ അവർ തന്നെ പണി ചെയ്യുന്നുണ്ട്. അവർ വാങ്ങിയ പൈസയ്ക്ക് അർഹമായ രീതിയിൽ അവർ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോഴേ കിണറ് പകുതിയാണെന്ന് അറിയത്തുള്ളൂ. സൈഡിലോ ഫ്രണ്ടിലോ ഒക്കെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് പകുതി കിണറാണെന്ന് പറയത്തില്ല. ഫുൾ കിണറെന്ന് എന്നുള്ള ഇതിലേ വരത്തുള്ളൂ. സാധാ ഒരു ഗ്രാവിൻ്റെ ഒരു കണ്ടീഷൻ തന്നെയാണ് നിൽക്കുന്നത്. നമ്മളതിൻ്റെ ചുവട്ടിൽ വന്ന് കിണറിൻ്റെ മുകൾ ഭാഗത്ത് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ അത് പകുതിയാണ്. അതൊക്കെ അവരുടെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അതിന് നമുക്ക് എത്ര പ്രശംസിച്ചാലും മതി. ഈ വർക്ക് തുടങ്ങി അതിനുശേഷം അവർക്ക് ഒത്തിരി വർക്ക് കിട്ടിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഇങ്ങനെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അവരുടെ കോണ്ടാക്റ്റും നമ്പറൊക്കെ തരുന്നതാണ്. പ്ലാവിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ചക്കയിലോട്ടാണ് പെയിൻറ്റ്.
വെള്ളച്ചക്കയല്ല, പച്ചച്ചക്ക തന്നെയാണ്. ആവശ്യമുണ്ടാകും വെള്ളത്തിൽ കഴിഞ്ഞാൽ काला चश्मा जचता है गोरे मुखड़े पे दो दिल मगर चुपके सबको रही. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത ഫോട്ടോകളൊക്കെയാണ്, വർക്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്കുള്ള ഫോട്ടോകളൊക്കെയാണ്. ഇത് നമ്മുടെ സനാകുട്ടിയാണ്, സനാമോൾ. ഇത് കിണർ പൂർത്തിയായപ്പോഴുള്ള ഫോട്ടോയാണ്. നമ്മളെ കിണറും വീടും വെച്ചൊരു ചെറിയൊരു വീഡിയോ നമ്മൾ എടുത്തേണ്. ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്നതല്ല, ഇത് മൊബൈൽ വീഡിയോയിൽ എടുത്തുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഈ വീഡിയോ കാണുന്നതൊക്കെയല്ല, നേരിട്ട് കാണാൻ വളരെ അതിമനോഹരമാണ്. ഈ കിണറിൻ്റെ മണ്ടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി ചെയ്തിട്ടുണ്ട്. അകത്ത് ലൈറ്റ് കത്തിക്കാവുന്ന സംവിധാനമുണ്ട്. പിന്നെ ആ പ്ലാവിനകത്തൂടെ നമ്മൾ ഇറങ്ങി ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇപ്പം ഒരു സോളാർ ലൈറ്റാണ് അതിൻ്റെ ഏറ്റവും മുകളിൽ പിടിപ്പിച്ചിരിക്കുന്നത്. അത് വൈകുന്നേരം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കത്തും, രാവിലെ ആകുമ്പോൾ ഓഫ് ആവുകയും ചെയ്യും. അതിൻ്റെ വില ഏകദേശം 2000 രൂപയായി. അതാ പിന്നെ നമുക്ക് ലൈറ്റ് ഇടാനോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം രാവിലെ ഓഫ് ആവും, രാത്രി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കത്തും, സോളാർ ആയതുകൊണ്ട്. ഏത് മോഡൽ വേണമെങ്കിലും ഇവർ റെഡിയാക്കി തരും. കരിക്കുണ്ട്, പൈനാപ്പിൾ, ഉരുളി, എല്ലാ മോഡലും അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ എടുക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മൊബൈലിലെടുത്ത വീഡിയോ ആണ്. അതാണ് ഒരു അടുക്കും ചിട്ടയില്ലാതെ വരുന്നേക്കുന്നത്. നമ്മുടെ വീഡിയോ ക്യാമറയൊക്കെ വെച്ചെടുത്താൽ അതിനൊരു ക്ലാരിറ്റിയും ഒരു അടുക്കും ചിട്ടൊക്കെ വരുത്തുന്നത്. ഇത് പലപ്പോഴായിട്ട് കുറച്ച് വീഡിയോ ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടാണ് ഇപ്പം അത് ലാസ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പോരായ്മകളൊക്കെ ഇതിലുണ്ടാവും. അതൊക്കെ ക്ഷമിച്ചുകൊണ്ട് ഇത് കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കിണറിന്റെ പണി പൂർത്തിയായി, ക്ലിയർ അടിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഭാഗികമായിട്ടൊക്കെ ആയിട്ടുണ്ട്. നെറ്റിൻ്റെ ഗ്രില്ലിൻ്റെ പണി ബാക്കിയുള്ളൂ. പെയിൻറ്റിങ് ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട്. കാരണം ഇത് ഒരുപാട് ചെറിയ ചെറിയ വർക്കുകളുണ്ട്. അപ്പം അത് ഫിനിഷ് ചെയ്താലും തീരത്തില്ല. Slowly, 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 slowly,
ചെറിയ ചെറിയ കളറൊക്കെ കൊടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ഈ ഇങ്ങനെ ലേറ്റാകുന്നത്. അത് പെയിൻറ്റ് ചെയ്യാൻ തന്നെ അവർ ഒത്തിരി ദിവസങ്ങളെടുത്തത്. ഇതിപ്പോൾ ഗ്രില്ലിൻ്റെ വർക്ക് കൂടെ കഴിഞ്ഞതിന് ശേഷം എടുത്ത ഫോട്ടോയാണിത്. ഇവർ രണ്ടുമാണ് എൻ്റെ വർക്ക് ചെയ്തവർ. എന്തായാലും വളരെ മനോഹരമായിട്ട് അവർ വർക്ക് ചെയ്തു. നമ്മൾ ഓണാണ്, നമ്മൾ പവറാണ്. എല്ലാം കണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതാണ്.